നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് പറയാനുള്ളത്. കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ആണ് പറയാൻ പോണത്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഒരു LPP തന്നാൽ അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷന് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിരുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ടക്കർ ടേബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരു ഡുവൽ കനോണിക്കൽ LPPൻ്റെ ടക്കർ ടേബിളും തന്നിട്ടുണ്ട്. ഇത് എപ്പോഴാണ് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യാമെന്ന് നോക്കാം. എനി പെയർ ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ഓഫ് ദി ഡുവൽ കനോണിക്കൽ LPP അവിടെ തന്നിട്ടുണ്ട്. മാക്സിമൈസേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് എക്സ്. അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് സ്ലാക്ക് വേരിയബിൾസിൻ്റെ മെട്രിക്സ് ടി. പിന്നെ എൻട്രീസ്, അതായത് കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻസ് മെട്രിക്സ് എ. അതുപോലെ മാക്സിമൈസേഷനിൽ B1 B2 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾസ് ബി എന്ന് കൊടുത്തു. പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് C1 C2 എക്സെട്ര CNന് C എന്നുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. പിന്നെ ഡി കൊടുത്തത് സിംഗിൾട്ടൺ മെട്രിക്സ് ഡി ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ മാക്സിമൈസേഷൻ ഫംഗ്ഷനായിട്ട് നമ്മൾ സാധാരണ എഫും മിനിമൈസേഷൻ ജിയോ എന്നു ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ മിനിമൈസേഷൻ്റെ കേസിലുള്ള സ്ലാക്ക് വേരിയബിൾസിൻ്റെ മെട്രിക്സ് എസ് എടുത്തു. മിനിമൈസേഷനിലെ വേരിയബിൾസിൻ്റെ മെട്രിക്സ് വൈ. ഈ കേസിൽ എക്സ് ജെ നോൺ സീറോ ആയിട്ടുള്ള വാല്യൂസിനൊക്കെ കറസ്പോണ്ടിങ് എസ് ജെ എസ് സീറോ ആയിട്ട് വരികയാണെങ്കിൽ, അതുപോലെ തന്നെ YI നോൺ സീറോ ആണെങ്കിൽ കറസ്പോണ്ടിങ് TA = 0 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുമെന്ന് പറയും. ഓക്കെ, XJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഈ SJs എന്താണ്? മിനിമൈസേഷൻ്റെ കേസിലുള്ള സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഒരു X2 നോൺ സീറോ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് S2 0 വരണം. അതുപോലെ തന്നെ ഒരു Y3 നോൺ സീറോ ആണെങ്കിൽ T3 0 വരണം. ഇങ്ങനെ ഓരോ വേരിയബിൾസിന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഉണ്ടെന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ മുന്നേ സോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അതിൽ ജസ്റ്റ് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം. കൺസിഡർ ദി ഡുവൽ കനോണിക്കൽ LPP വിത്ത് ഡുവൽ ടാബ്ലോ. എൻ്റെ ടാബ്ലോ തന്നിട്ടുണ്ട്. ഓൾറെഡി സോൾവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫോർ ദിസ് LPP, optimal maximization solution is x1 = 10, x2 = 5, t1 t2 t3 etc. = 0 എന്ന് കിട്ടിയിരുന്നത്. ആൻഡ് മാക്സിമം F = 2750. നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലമാണ്. അതിൻ്റെ മാക്സിമം സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 10ഉം x2 5ഉം അതുപോലെ t1 t2 t3 0 ആണ് കിട്ടിയത്. മാക്സിമം വാല്യൂ ഓഫ് F 2750. ഇതുപോലെ മിനിമൈസേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ y1 0, y2 y3 50 വരുന്നുണ്ട്, s1 s2 0. പിന്നെ മിനിമം G എന്നുള്ളത് 2750 നമുക്കറിയാം. എപ്പോഴും ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡുവൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എഫും മിനിമം ജിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. സൊല്യൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ x1 10 x2 5 അങ്ങനെയൊക്കെ കിട്ടിയോ ഇവിടെ നമുക്ക് y1 0 y2 y3 50 കിട്ടി. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ മാക്സിമം വാല്യൂ സൊല്യൂഷൻ്റെ വാല്യൂ മാക്സിമം എഫും അതുപോലെ മിനിമം ജിയും സെയിം ആയിട്ടായിരിക്കും വരിക നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇതിനൊക്കെ നോൺ സീറോ എന്ന് നോക്കാം. ഇവിടെ XJ എന്ന് പറയുമ്പോൾ x1 ഉണ്ട് x2 ഉണ്ട് അല്ലേ, അത് രണ്ടും നോൺ സീറോ ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒന്നായാലും നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ x1 നോൺ സീറോ ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് നോക്കണം, S1 0 ആണെന്ന് നോക്കണം. അപ്പോൾ x1 നോൺ സീറോ ആണ്, കറസ്പോണ്ടിങ് ആയിട്ട് S1 0 ആണ്. അതുപോലെ തന്നെ x2 നോൺ സീറോ ആണ്, S2 0 വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഓക്കെ. ഇനി YIൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ y1 0 ആണ്. അപ്പോൾ അത് നോക്കണ്ട, നോൺ സീറോ ആവണതിൻ്റെ മാത്രം നോക്കിയാൽ മതി. ഇനി y1 0 ആണെങ്കിൽ മറ്റേ 0 ആവില്ല, അങ്ങനെയുള്ളൊരു കാര്യം പറയുന്നില്ല. 0 അല്ലെങ്കിൽ ബാക്കി ആ സ്ലാക്ക് വേരിയബിൾ 0 വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ YI വാല്യൂ 0 അല്ലാത്ത കേസുകൾ നോക്കാം. y2 y3 നോക്കുകയാണെങ്കിൽ 50 ആണ്. അപ്പോൾ നമുക്ക് T2 T3 0 വരണം. അത് നമുക്ക് 0 ആണ് വന്നിട്ടുള്ളത്. T2 T3 ഇവിടെ 0 ഉണ്ട്. T2 T3 0 ആണ് വരുന്നത്. y2 y3 0 അല്ല, അപ്പോൾ T2 T3 0 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ പ്രോബ്ലം കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. We can see that whenever xj is not equal to 0, sj is equal to 0, and similarly whenever yi is not equal to 0, then the corresponding ti is 0. Hence complementary slackness is exhibited in these optimal solutions. Okay, ഞാൻ പറഞ്ഞു നേരെ തിരിച്ചുള്ള കാര്യം നോക്കണ്ട ഇല്ല, 0 ആണെങ്കിൽ ഉള്ള കാര്യം നോക്കണ്ടില്ല, 0 അല്ലാത്ത കേസിന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ അടുത്തൊരു എക്സാമ്പിൾ, കൺസിഡർ ദി പെയർ ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഓഫ് ദി ഡുവൽ കനോണിക്കൽ LPP വിത്ത് ഡുവൽ ടേബ്ലോ. ഒരു ഡുവൽ പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിൻ്റെ ഡുവൽ ടേബ്ലോയും തന്നിട്ടുണ്ട്. ഒരു ഡുവൽ പ്രോബ്ലത്തിന് ഡുവൽ ടേബ്ലോ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് പ്രോബ്ലമൊക്കെ നമുക്ക് എഴുതാനറിയാലോ, നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട്. ദിസ് LPP ഹാസ് ഒപ്റ്റിമൽ മിനിമൈസേഷൻ സൊല്യൂഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് എഴുതിയിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സൊല്യൂഷൻ കാണുന്ന മെത്തേഡ്സൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദിസ് LPP ഹാസ് ഒപ്റ്റിമൽ മാക്സിമൈസേഷൻ ആണ്. മാക്സിമൈസേഷൻ സൊല്യൂഷൻ x1 ഈക്വൽ ടു 65/6, x2 ഈക്വൽ ടു 10/3, t1 t2 ഈക്വൽ ടു 0, മാക്സിമം f ഈക്വൽ ടു 13,500. ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം, ഈ സൊല്യൂഷൻ കിട്ടണില്ലേ എന്ന്. അതായത് മാക്സിമൈസേഷൻ്റെ സൊല്യൂഷൻ വരുന്നത് നമ്മൾ മുന്നേ എക്സാമ്പിളൊക്കെ ചെയ്തല്ലോ, ഡുവൽ LPP എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്. സാധാരണ നമ്മുടെ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം സിംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യണത് അത് രീതിയിൽ തന്നെ ചെയ്യുക. ലാസ്റ്റിൽ ആ മിനിമത്തിൻ്റെ കേസിൽ എങ്ങനെ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ ചേഞ്ച് ഉണ്ട്, മാക്സിമൈസേഷൻ്റെ കേസിൽ നമ്മൾ പൈവോട്ട് എൻട്രി ഒക്കെ ചൂസ് ചെയ്തിട്ട് വേരിയബിൾസൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അത് മിനിമൈസേഷൻ്റെ കേസിൽ ചെയ്യണം, അത്രേ ഉള്ളൂ വരുന്നത്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് സൊല്യൂഷന് ലാസ്റ്റ് y1 y2 അതും കിട്ടും, ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. x1 65/6, x2 10/3, t1 t2 0, മാക്സിമം f 13,500. ഇതുപോലെ ഒപ്റ്റിമൽ മിനിമൈസേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് y1 20 y2 15, y1 20 y2 15. അതുപോലെ s1 s2 എന്നുള്ളത് 0 കിട്ടും. മിനിമം ജി എന്നുള്ളത് മാക്സിമം എഫ് എന്താണ് കിട്ടും. മാക്സിമം എഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും മിനിമം ജി. ഓക്കെ, 13,500. whenever xj is not equal to 0, sj is equal to 0. നമുക്ക് നോക്കാം. ഇവിടെ xj x1 x2 നോൺ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് s1 s2 0 അല്ലേ എന്ന് നോക്കാം. s1 s2 0 ആണ്. അതുപോലെ y1 y2 നോൺ 0 ആണ് വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ട് t1 t2 0 ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിലും കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. whenever xj is not equal to 0, sj is equal to 0, and similarly whenever yi is not equal to 0, ti is 0. Hence complementary slackness is exhibited in these optimal solutions. Next ഒരു തിയറം നോക്കാം. A pair of feasible solutions of dual canonical LPPs exhibit complementary slackness if and only if they are optimal solutions. അതായത് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യും. ആ സൊല്യൂഷൻസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യും. അതുപോലെ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അസ്യൂം ദാറ്റ് എ പെയർ ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസ് ഓഫ് ഡുവൽ കനോണിക്കൽ LPPs എക്സിബിറ്റ് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ്. അപ്പോൾ നമുക്ക് പെയർ ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. പെയർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവൽ ആകുമ്പോൾ നമുക്ക് പെയർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയേണ്ടി വരും. കാരണം മാക്സിമൈസേഷനിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും, മിനിമൈസേഷനിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ സൊല്യൂഷൻസ് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യേണ്ടെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യണ സൊല്യൂഷൻസ് ഉണ്ടെന്നെടുത്തു. ഇനി അത് ഒപ്റ്റിമൽ സൊല്യൂഷനാണ്, അത് ഹോൾഡ് ചെയ്യുന്ന ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് എടുത്തു. ഇനി അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് അറിയാലോ, ജസ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണേ, അതായത് മെയിൻ കൺസ്ട്രെയിൻസും നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണ സൊല്യൂഷൻസാണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻസ്. അത് മാക്സിമം ആവണ വാല്യൂ, മാക്സിമത്തിൻ്റെ കേസിലാണെങ്കിൽ മാക്സിമം വരുന്ന വാല്യൂ, അല്ലെങ്കിൽ മിനിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ ഏറ്റവും മിനിമം വരുന്നത് ഏതൊക്കെ കൊടുക്കുമ്പോഴാണ്, അതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫീസിബിൾ സൊല്യൂഷനിൽ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്തു. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്
ആ സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷൻ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെയാണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0 ഫോർ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര എൻ. അതായത് എക്സ് ജെകൾ നോൺ സീറോ ആയിട്ട് വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ് ജെ 0 ആവും. അപ്പോൾ എസ് ജെ ചെയ്താൽ 0 കിട്ടും. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ എക്സ് ജെ 0 ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇത് 0 ആയി. ഓക്കെ, എക്സ് ജെ നോൺ സീറോ ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് വെച്ച് പറയാം എസ് ജെ 0 ആയിരിക്കും എന്ന് പറയാം. പിന്നെ എക്സ് ജെ 0 ആണെങ്കിലുള്ള കേസ് നമുക്ക് ഡയറക്റ്റ് തന്നെ ഈ പ്രോഡക്റ്റ് 0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഉണ്ടെങ്കിൽ എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0 ഫോർ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര എൻ എന്ന് പറയാം. ഇതുപോലെ തന്നെ വൈ ഐ ടി ഐ ഈക്വൽ ടു 0 എന്ന് പറയാം. കാരണം വൈ ഐ നോൺ സീറോ ആണെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ടി ഐ 0 ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വൈ ഐ ടി ഐ 0 കിട്ടും. പിന്നെ വൈ ഐ 0 ആണെങ്കിലുള്ള കേസ് നമുക്ക് ഡയറക്റ്റ് പറയാം വൈ ഐ ടി ഐ 0 എന്ന് കിട്ടും. അപ്പോൾ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഓൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര എന്ന് പറയാം. അതുപോലെ വൈ ഐ ടി ഐ ഈക്വൽ ടു 0 ഫോർ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര എം എന്നും പറയാം. നൗ എസ് എക്സ് ട്രാൻസ്പോസ് ഈക്വൽ ടു എസ് എക്സ് ട്രാൻസ്പോസ് എന്താണെന്ന് എഴുതി വെക്കണം. അതായത് നമ്മളൊരു ഫോർമുല എഴുതിയിരുന്നു, ജി മൈനസ് എഫ് ഈക്വൽ ടു എസ് എക്സ് ട്രാൻസ്പോസ് പ്ലസ് വൈ ട്രാൻസ്പോസ് ടി. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു തിയറത്തിൽ ചെയ്തിരുന്നു. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് എക്സ് ട്രാൻസ്പോസ് ചെയ്ത് വെക്കുക. എസ് എന്ന് പറയുന്നത് മെട്രിക്സ് S1 S2 എക്സെട്ര Sn, അതായത് മിനിമൈസേഷൻ്റെ സ്ലാക്ക് വേരിയബിൾസ്. എക്സ് ട്രാൻസ്പോസ് എക്സ് എന്നുള്ളത് കോളം മെട്രിക്സ് റോ മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. x1 x2 എക്സെട്ര Xn. ട്രാൻസ്പോസ് ആകുമ്പോൾ അത് കോളം മെട്രിക്സ് ആയി മാറി x1 x2 എക്സെട്ര Xn. പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, S1 x1 പ്ലസ് S2 x2 പ്ലസ് എക്സെട്ര പ്ലസ് Sn Xn. എന്തെഴുതാം, സമ്മേഷൻ j ഈക്വൽ ടു 1 to n എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0. ഇതുപോലെ തന്നെ വൈ ട്രാൻസ്പോസ് ടി എഴുതി വെക്കുക. ഇതെന്താ 0 എഴുതാൻ കാരണം, നമ്മൾ പറഞ്ഞു ഫോർ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര എൻ എസ് ജെ 0 ആണ്. അപ്പോൾ ജെ ഈക്വൽ ടു 1 2 എക്സെട്ര എൻ അല്ലേ. അപ്പോൾ ഓരോന്നിനും 0 ആണെങ്കിൽ ആ സമ്മ് മൊത്തം 0 എന്ന് പറയാം. അങ്ങനെയാണ് എസ് എക്സ് ട്രാൻസ്പോസ് 0 എന്ന് കിട്ടുന്നത്. അതുപോലെ വൈ ട്രാൻസ്പോസ് ടി എഴുതി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും, y1 y2 എക്സെട്ര yn അല്ലേ. വൈ ട്രാൻസ്പോസ് പറയുമ്പോൾ വൈ എന്നുള്ളത് നമ്മൾ കോളം മെട്രിക്സ് ആയിട്ടാണ് എഴുതിയിരുന്നത്. y1 y2 എക്സെട്ര y എന്നുള്ളത് കോളാക്കിയാണ് എഴുതിയിരുന്നത്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോ ആയി മാറി. അതുപോലെ ടി എന്നുള്ളത് കോളം മെട്രിക്സ് T1 T2 എക്സെട്ര Tm. പ്രോഡക്റ്റ് കാണുമ്പോൾ y1 T1 പ്ലസ് y2 T2 പ്ലസ് എക്സെട്ര പ്ലസ് ym Tm. ഇതിനെന്തെഴുതാം, സമ്മേഷൻ i ഫ്രം 1 to m yi ti. നമ്മളിവിടെ പറഞ്ഞു ഫോർ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര എം yi ti 0 ആണ്. അതായത് ഈ സമ്മേഷനിലെ ഓരോ ടേമും 0 ആണ്. സോ ഇതിൻ്റെ സമ്മും 0 ആണ്. എസ് എക്സ് ട്രാൻസ്പോസ് 0, വൈ ട്രാൻസ്പോസ് ടിയും 0. അതുകൊണ്ട് എന്ത് പറയാം, എസ് എക്സ് ട്രാൻസ്പോസ് പ്ലസ് വൈ ട്രാൻസ്പോസ് ടി ഈക്വൽ ടു 0. നമ്മൾ ഡ്യുവാലിറ്റി ഇക്വേഷൻ ആയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് അല്ലേ. ഡ്യുവാലിറ്റി ഇക്വേഷൻ പറഞ്ഞിട്ടാണ് ജി മൈനസ് എഫ് ഈക്വൽ ടു എസ് എക്സ് ട്രാൻസ്പോസ് പ്ലസ് വൈ ട്രാൻസ്പോസ് ടി എന്ന് പറഞ്ഞിരുന്നത്. സോ നമുക്ക് അത് വെച്ചിട്ട് എന്ത് പറയാം, ജി മൈനസ് എഫ് 0 ആണെന്ന് പറയാം അല്ലേ. എസ് എക്സ് ട്രാൻസ്പോസ് പ്ലസ് വൈ ട്രാൻസ്പോസ് ടി ഈക്വൽ ടു 0 ആണ്. പിന്നെ ഈ ഡ്യുവാലിറ്റി ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും, ജി മൈനസ് എഫ് ഈക്വൽ ടു 0. ജി മൈനസ് എഫ് ഈക്വൽ ടു 0 എന്നാകുമ്പോൾ ജി ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ജി. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റിൽ ഒരു കൊറോളറി പറഞ്ഞിരുന്നത് എന്താ, ഏതെങ്കിലും ഫീസിബിൾ സൊല്യൂഷൻസിൽ എഫ് ഈക്വൽ ടു ജി വരുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻസ് എന്തായാലും ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എടുത്തു, അത് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തു. അത് വെച്ചിട്ട് പിന്നെ ഡ്യുവാലിറ്റി ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജി ഈക്വൽ ടു എഫ് കിട്ടി. അതായത് ഒരു ഫീസിബിൾ സൊല്യൂഷനിൽ എഫ് ഈക്വൽ ടു ജി എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഫീസിബിൾ സൊല്യൂഷൻ എന്ത് പറയാം, ഒപ്റ്റിമൽ ആണെന്ന് പറയാം. അതായിരുന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ. കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യണം ഫീസിബിൾ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണെന്ന്, അത് കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബൈ പ്രീവിയസ് കൊറോളറി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഗിവൺ ഫീസിബിൾ സൊല്യൂഷൻസ് ആർ ഒപ്റ്റിമൽ സൊല്യൂഷൻസ്. Conversely, assume that we have a pair of optimal solutions of dual canonical LPPs. അതായത് നേരത്തെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് എടുത്തു, അത് ഒപ്റ്റിമൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നേരെ തിരിച്ച് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെന്നെടുത്തു, അത് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്.
അപ്പോൾ എൽ പി പിക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡുവൽ കനോണിക്കൽ എൽ പി പിക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തിയറം വെച്ചിട്ട് തിയറം പറയുന്നുണ്ട്, ഇഫ് എ കനോണിക്കൽ മാക്സിമൈസേഷൻ എൽ പി പി ആസ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ then the dual canonical minimization LPP as an optimal solution. അപ്പോൾ നമ്മൾ ആ എക്സാമ്പിളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റേലും സൊല്യൂഷൻ ഉണ്ടാവും, ആ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ആ തിയറാണ് പറയുന്നത്. ഇഫ് എ canonical maximization LPP as an optimal solution then the dual canonical minimization LPP as an optimal solution and vice versa. നേരെ തിരിച്ച് മിനിമൈസേഷനിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാക്സിമൈസേഷനിലും സൊല്യൂഷൻ ഉണ്ടാവും. Furthermore, dual canonical LPPs with optimal solutions have F equal to G at these solutions. അതായത് ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ആ എഫും ജിയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് മാക്സിമം എഫും മാക്സിമം ജിയും ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ സൊല്യൂഷൻസിൽ എഫ് ഈക്വൽ ടു ജി ആയിരിക്കും എന്ന് പറയാമല്ലോ അല്ലേ. ഒപ്റ്റിമൽ എന്ന് പറയുമ്പോൾ മാക്സിമം കിട്ടണം സൊല്യൂഷനും അതുപോലെ മിനിമം കിട്ടണം സൊല്യൂഷനും. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഈക്വൽ ടു ജി അറ്റ് ദീസ് സൊല്യൂഷൻസും പറയാം. എഫ് ഈക്വൽ ടു ജി ആണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഡുവാലിറ്റി ഇക്വേഷൻ വെച്ചിട്ട് എന്ത് പറയാം, എഫ് മൈനസ് ജി 0 ആണ്, അല്ലെങ്കിൽ ജി മൈനസ് എഫ് 0 ആണ്. അതുകൊണ്ട് എസ് എക്സ് ട്രാൻസ്പോസ് പ്ലസ് വൈ ട്രാൻസ്പോസ് ടി ഈക്വൽ ടു 0 ബൈ ഡുവാലിറ്റി ഇക്വേഷൻ സിൻസ് എഫ് മൈനസ് ജി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ജി മൈനസ് എഫ് ഈക്വൽ ടു 0. Since each entry of the matrices S, X transpose, Y transpose, T are non-negative. നമുക്കറിയാം ഈ എസ് എന്നുള്ളത് എന്താണ്, S1, S2 എക്സെട്ര എസ് എന്നുള്ള സ്ലാക്ക് വേരിയബിൾസിൻ്റെ മെട്രിക്സ് ആണ്. അതുപോലെ T1, T2 എക്സെട്ര TM എന്നുള്ള സ്ലാക്ക് വേരിയബിൾസിൻ്റെ മെട്രിക്സ് ആണ്. എക്സ് ട്രാൻസ്പോസ് അതിൽ എൻട്രീസ് വരിക X1, X2 എക്സെട്ര XN, Y ട്രാൻസ്പോസിൽ Y1, Y2 എക്സെട്ര YM. ഇതൊക്കെ ഈ ഓരോ വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതാറുള്ളതാണ്. അപ്പോൾ ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വരണം, ഓരോന്നും 0 വരണ്ടേ അല്ലേ. അല്ലാതെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ല, കാരണം നെഗറ്റീവ് വരില്ല. അപ്പോൾ എസ് എക്സ് ട്രാൻസ്പോസും വൈ ട്രാൻസ്പോസ് ടിയും ഈ സമ്മ് 0 കിട്ടണമെങ്കിൽ എസ് എക്സ് ട്രാൻസ്പോസും വൈ ട്രാൻസ്പോസ് ടിയും 0 കിട്ടണം. അതായത് രണ്ട് നോൺ നെഗറ്റീവ് ടേംസിൻ്റെ സമ്മ് 0 കിട്ടണമെങ്കിൽ അതിൽ ഓരോ ടേമും 0 ആയിരിക്കണം. സോ എസ് എക്സ് ട്രാൻസ്പോസ് വൈ ട്രാൻസ്പോസ് ടി 0. എസ് എക്സ് ട്രാൻസ്പോസ് എന്താണ്, സമ്മേഷൻ ജെ ഫ്രം 1 to n എസ് ജെ എക്സ് ജെ, അത് 0 കിട്ടണം. അതുപോലെ വൈ ട്രാൻസ്പോസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഐ ഫ്രം 1 to m വൈ ഐ ടി ഐ, അതും 0 കിട്ടണം. ഇതും അതുപോലെ തന്നെ എസ് ജെ എക്സ് ജെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എസ് ജെ എക്സ് ജെ, ഇത് ഓരോ ടേമും നോൺ നെഗറ്റീവ് ആണ്. എസ് ജെയും എക്സ് ജെയും ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുപോലെ വൈ ഐയും ടി ഐയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ സമ്മ് 0 കിട്ടണമെങ്കിൽ ഓരോ ടേംസും 0 ആണ്. അതായത് എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to എക്സെട്ര എൻ, അതുപോലെ ഫോർ ഓൾ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ, വൈ ഐ ടി ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to എക്സെട്ര എം, അത് ഹോൾഡ് ചെയ്യണം. അപ്പോൾ എസ് ജെ എക്സ് ജെ ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ എന്നതിൻ്റെ മീനിങ് എന്താ, എക്സ് ജെ നോൺ 0 ആണെങ്കിൽ എസ് ജെ 0 ആയിരിക്കും എന്നല്ലേ. അതുപോലെ വൈ ഐ ടി ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to എക്സെട്ര എം എന്നുള്ളതിൻ്റെ മീനിങ് വൈ ഐ 0 അല്ലെങ്കിൽ എന്തായാലും ടി ഐ 0 ആയിരിക്കണം. അപ്പോൾ അതൊന്ന് എന്ത് പറയാം, അത് കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ് ചെയ്യുമെന്ന് പറയാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിൻസ് എക്സ് ജെ എസ് ജെ വൈ ടി ഐ ആർ ഓൾ നോൺ നെഗറ്റീവ് ഫോർ ഓൾ ഐ ആൻഡ് ജെ, വി ഹാവ് ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ഇൻ എവറി ടേം ഓഫ് ഈച്ച് സമ്മേഷൻ മസ്റ്റ് ബി 0. ദിസ് ഈസ് ഇക്വലൻറ്റ് ടു കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ്. അതായത് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദെർഫോർ എസ് ജെ എക്സ് ജെ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ജെ ഈക്വൽ ടു 1 to എക്സെട്ര എൻ ആൻഡ് വൈ ഐ ടി ഐ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to എക്സെട്ര എം. അതെഴുതാം. എന്നിട്ട് എന്താ എഴുതാം, ദെർഫോർ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ്. അതായത് ഇഫ് എക്സ് ജെ നോട്ട് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എസ് ജെ ഈക്വൽ ടു 0. സിമിലർലി വൈ ഐ നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ടി ഐ ഈക്വൽ ടു 0. ദെർഫോർ കോംപ്ലിമെൻ്ററി സ്ലാക്ക്നെസ് ഹോൾഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു തിയറം, ഡുവാലിറ്റി തിയറം. ഇത് ശരിക്കും സിലബസ് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ തിയറം നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും മനസ്സിലാക്കി വെച്ചിരിക്കണം, പല ഭാഗത്തും യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഗിവൺ ഡുവൽ കനോണിക്കൽ എൽ പി പി എക്സാക്ട്ലി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ. ഏതൊരു ഡുവൽ കനോണിക്കൽ എൽ പി പിക്കും ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും ഹോൾഡ് ചെയ്യുമെന്നാണ് പറയുന്നത്.
ബോത്ത് പ്രോബ്ലംസ് ഹാവ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഫോർ ദീസ് സൊല്യൂഷൻസ് എഫ് ഈക്വൽ ടു ജി. ഒന്നെങ്കിൽ രണ്ട് പ്രോബ്ലത്തിലും ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാവും. ആ പ്രോബ്ലത്തിൽ എഫും ജിയും ആ സൊല്യൂഷനിൽ എഫും ജിയും ഈക്വലായും അല്ലേ. ഒപ്റ്റിമൽ സൊല്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫും ജിയും ഈക്വലാവും നമ്മൾ ഈ തിയറം വെച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അത് സംഭവിക്കും, അതായത് ഒരു ഡുവൽ കനോണിക്കൽ എൽ പി പി തന്നു കഴിഞ്ഞാൽ രണ്ട് സൊല്യൂഷനും, അതായത് മാക്സിമൈസേഷനിലും മിനിമൈസേഷനിലും ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ദി മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് അൺബൗണ്ടഡ് ആൻഡ് ദി മിനിമൈസേഷൻ പ്രോബ്ലം ഈസ് ഇൻഫീസിബിൾ. മാക്സിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിനിമൈസേഷൻ പ്രോബ്ലം ഇൻഫീസിബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അതുപോലെ മിനിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മാക്സിമൈസേഷൻ പ്രോബ്ലം ഇൻഫീസിബിൾ ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലംസും ഇൻഫീസിബിൾ ആവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. ഏത് ഡുവൽ കനോണിക്കൽ എൽ പി പി തന്നു കഴിഞ്ഞാലും ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഒന്നുകിൽ രണ്ടിലും ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക, ആ സൊല്യൂഷൻസിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, അതായത് എഫും ജിയും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മിനിമൈസേഷൻ ഇൻഫീസിബിൾ ആയിരിക്കും. അതുപോലെ മിനിമൈസേഷൻ അൺബൗണ്ടഡ് ആയി വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മാക്സിമൈസേഷൻ പ്രോബ്ലം ഇൻഫീസിബിൾ ആയിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലം ഇൻഫീസിബിൾ ആയിരിക്കും. ഓക്കെ.